മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 verse 25. എന്ത് ഭക്ഷിക്കും, എന്ത് ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. 1-ാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭത്തിൽ ഒരു ബറ്റാലിയന്റെ നേതാവായിരുന്നു ജാക്ക് ട്രെയ്നർ. ഒരിക്കൽ തലയ്ക്ക് വെടിയേറ്റ അദ്ദേഹം ശസ്ത്രക്രിയയിലൂടെ സുഖം പ്രാപിച്ചു. എങ്കിലും വസതിയിൽ വിശ്രമിക്കുവാൻ ജാക്ക് തയ്യാറായില്ല. അയാൾ സുഖം പ്രാപിച്ച ഉടൻ തന്നെ തന്റെ ജോലി ഏറ്റെടുത്തു. പക്ഷേ ടർക്കിയുമായുള്ള അടുത്ത യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം വീണ്ടും തകർന്നു. 2 വെടിയുണ്ട നെഞ്ച് തുളച്ചു പുറത്തു വന്നു. ഒരെണ്ണം തോളസ്ഥി തകർത്തു. വളരെയധികം ശസ്ത്രക്രിയകൾ ആ ശരീരത്തിൽ പരീക്ഷിക്കപ്പെട്ടെങ്കിലും ഒന്നും വിജയിച്ചില്ല. ശ്വാസോച്ഛ്വാസം നടക്കുന്നുവെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അയാളുടെ ശരീരം ദുർബലമായതായി വിദഗ്ധർ വിധി എഴുതി. അതോടെ അയാളെ പട്ടാള ക്യാമ്പിൽ നിന്നും വീട്ടിലേക്ക് തിരികെ വിട്ടു. ജാക്ക് സാവധാനം പ്രാർത്ഥനയിലേക്ക് മനസ്സിനെ തിരിക്കാൻ ശ്രമിച്ചു. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ ഉത്കണ്ഠാകുലരാകേണ്ടതില്ല എന്ന തിരുവചനം ജാക്കിനെ സ്പർശിച്ചു. ദൈവം തന്നെ കാത്തു പരിപാലിക്കുമെന്ന തോന്നൽ അതിശക്തിയായ അയാളിൽ വളരാൻ തുടങ്ങി. ഫ്രാൻസിലെ ലൂർദിൽ പോയി പ്രാർത്ഥിച്ചാൽ മാതാവ് തന്നെ സംരക്ഷിക്കുമെന്ന് ആ നാളുകൾ ജാക്ക് വിശ്വസിച്ചു. ഇതറിഞ്ഞ പലരും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറഞ്ഞു. കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ഈ മനുഷ്യൻ തീർത്ഥാടനത്തിന് പോവുകയോ? എന്നാൽ ജാക്കിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. അങ്ങനെ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികൾക്കൊപ്പം അദ്ദേഹം ലൂർദിലേക്ക് കിടക്കയോടെ സമൂഹിക്കപ്പെട്ടു. ജാക്കിന്റെ ഒപ്പമുണ്ടായിരുന്നവർ അവിടുത്തെ അധികൃതർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് തളർവാദ രോഗി എന്ന ലേബലിലായിരുന്നു. ലൂർദിലെ നീരുറവയിൽ ജാക്ക് ട്രെയ്നറെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒപ്പമുണ്ടായിരുന്ന സംഘം കുളിപ്പിച്ചു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു. അവർ ജാക്കിന്റെ ഈ കടുത്ത വിശ്വാസത്തെ അന്ധമായി എതിർത്തിരുന്നവരാണ്. ഉറവയിൽ കുളിക്കുമ്പോഴും ഇത് വീട്ടിലാകാമായിരുന്നില്ലേ എന്നവർ പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ നിന്ദനങ്ങളും കുത്തുവാക്കുകളും സഹിച്ച് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി ജാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കഠിന ഹൃദയനെ മാനസാന്തരപ്പെടുത്തുവാൻ അമ്മ ഒരത്ഭുതം പ്രവർത്തിക്കണമേ എന്ന്. 9-ാം ദിവസം അത്ഭുതം സംഭവിച്ചു. ഒരു കാൽ പോലും അനങ്ങാതിരുന്ന ആ മനുഷ്യൻ കിടക്കയിൽ നിന്ന് എണീറ്റു. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്ന ദിവികാരന്റെ പ്രദർശനത്തിൽ ജായ്ക്ക് നടന്നുകൊണ്ട് പങ്കെടുത്തതോടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും അയാളെ വിട്ടകന്നു. ഒപ്പമുണ്ടായിരുന്ന വിദഗ്ധ സംഘം പലതവണ മാറി മാറി അത്ഭുതം പരിശോധിച്ചു. സംഗതി സത്യം തന്നെ. നിരീശ്വരവാദികളായിരുന്ന അവരും അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. ദൈവപരിപാലനയുടെ വ്യക്തമായൊരു ദൃഷ്ടാന്തമായി നമുക്ക് ഈ സംഭവത്തെ കാണാം. പൂർണ്ണമായും ദൈവകൃപയിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ദൈവം സമീപസ്ഥനാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.